സർപ്രൈസ് സർപ്രൈസ് എന്താ സർപ്രൈസ് ആണോ? എന്താണോ നമ്മുടെ സർപ്രൈസിന്റെ ഇത്? ഇതാരത്? കൊള്ളാലോ, സെറ്റപ്പ് ആണിത്. ഇത് കണ്ണിമാങ്ങ അച്ചാറല്ലേ? ഓ, ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാനത് അതുപോലെ ചെയ്തല്ലേ നീ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ വന്നിട്ട് ചെയ്യാന്നുള്ളതൊക്കെ. എന്തായാലും കൊള്ളാം. എന്താ ഇത് കണ്ടോ, ഇതാണ് കണ്ണിമാങ്ങ അച്ചാറ്. നമ്മൾ നല്ല കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയായിരുന്നു. ഇങ്ങനെ പ്രിൻസി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് പ്രിൻസി അത് അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കാം. കണ്ടോ, സെറ്റപ്പായിട്ട് കണ്ണിമാങ്ങ അച്ചാറ്. ഇത് കടുക് വറുത്തത്തിരി കുറവായി പോയി പ്രിൻസി. കുറച്ച് കടുക് വറുത്തോട്ട് ഇടാം. ഇത് കടുക് വറുത്തല്ലേ? ഇത് കുറച്ചങ്ങ് ഇടാം. ഇത് ഇട്ടാൽ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ ഞാൻ മേമ്പൊടിക്ക് കുറച്ച് കടുക് കിട്ടും. പിന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അത് നമ്മളിങ്ങനെ ഉപ്പ് വലിയ ഭരണിക്കകത്ത് മാങ്ങ എല്ലാം കഴുകി ഉണക്കി തുടച്ച് അതെല്ലാം ഇട്ട് വെച്ചേക്കുമായിരുന്നു. പ്രിൻസി അത് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് ശേഷം നമുക്കതിൻ്റെ ചേർക്കേണ്ടതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ഉരുളി നമ്മൾ അടപ്പത്ത് വെച്ചു. നമ്മുടെ ഗ്യാസിൻ്റെ ലഭ്യതയൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ വിറകടുപ്പിലായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഉരുളി വെച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ കടുക് ഉലുവ വറുത്തെടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കട്ടക്കായം, LGയുടെ കട്ടക്കായാണ് ഇവിടെ വാങ്ങിച്ചത്. അത് നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു. അതും വറുത്തെടുക്കുകയാണ്. അതൊക്കെ പ്രിൻസ് നേരത്തെ വറുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. നിങ്ങൾക്കിനി കടുമാങ്ങ അച്ചാറിടുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കായം വറുത്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ടു. അതും കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ശരിക്കും അത് വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒന്ന് മൂക്കാൻ പാകത്തിന് വേണം നമുക്കത് ചെയ്യാൻ. അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒപ്പം ഉലുവ പൊടിച്ചതും അതേപോലെ കായം പൊടിച്ചതും ഒക്കെ ചേർക്കാനുള്ളത് കേട്ടോ. നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടായിരുന്നതിൻ്റെ വെള്ളം നമ്മളെടുത്തു. ആ വെള്ളം നമ്മൾ ഈ മുളക് വറുത്ത് ചൂടാക്കി വെച്ചെടുക്കാൻ കഴിച്ചു. അതിനുശേഷം അതൊന്ന് തിളച്ചെടുക്കണം. നമുക്ക് തിളച്ചാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും വിറകിലാണ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അത് വിറകിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ടേസ്റ്റും കൂടുതൽ അതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ണിമാങ്ങ അതിലേക്ക് വീണ്ടും നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കണ്ണിമാങ്ങ ഇട്ടു. അതങ്ങ് ഇളക്കി മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് നമ്മൾ ക്ലിയറാക്കി വെച്ചേക്കാണ്. ഇനി കുറച്ച് കൊഴുപ്പൊക്കെ ആവാനുണ്ട്. അപ്പോൾ അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ കടുകിൻ്റെ പരിപ്പ്. അത് കിട്ടാനുണ്ടായിരുന്നില്ല. അത് കുറേ അന്വേഷിച്ച പിന്നെ കിട്ടിയത്. അതൊക്കെ നമ്മൾ ചേർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉലുവ പൊടിച്ചത്, കായം പൊടിച്ചത്, അതൊക്കെ നമ്മൾ ചേർത്തു. അപ്പോൾ നല്ല കളറൊക്കെ ആയി. കാശ്മീരി ചില്ലി പൗഡർ നല്ല വിലയാണ്, 550 രൂപ. ഞങ്ങളെല്ലാ സാധനങ്ങളും മുളകായിട്ട് വാങ്ങിച്ചത് പൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുകയാണ്. അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അത് വെച്ചിട്ടാണ്. അപ്പോൾ കായം അതുപോലെ വാങ്ങിച്ചു, ഉലുവ അതുപോലെ തന്നെ വാങ്ങിച്ചു. അത് നമ്മളിവിടെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ അങ്ങനെ റെഡിയായി. എന്തായാലും നമുക്ക് ഇനി ഒന്ന് കഴിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ചേട്ടൻ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ശരിയല്ല. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. സൂപ്പർ. 2 ദിവസം ഇരിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ നമ്മൾ ഇനി ഭരണിയിലാക്കി വീണ്ടും നിറച്ച് വെക്കണം. അപ്പോൾ എങ്കിലാണ് അത് കുറച്ച് ദിവസം ഇരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുകയുള്ളൂ. ഇവിടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.